പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ജോയിനിങ് ആംഗിൾസ് എന്നുള്ള ആ ഭാഗത്ത് നമ്മൾ സെറ്റ് സ്ക്വയർ, മട്ടം, മലയാളത്തിൽ മട്ടം എന്ന് പറയും, ഇംഗ്ലീഷിൽ സെറ്റ് സ്ക്വയർ എന്ന് പറയും. ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടുള്ള കുറേ ആംഗിൾസ് എങ്ങനെ വരയ്ക്കാമെന്നുള്ള, ഇത് വെച്ചിട്ടുള്ള ആംഗിൾസാണ്, കോണുകളാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് വെച്ചിട്ടൊരു ആംഗിൾസ് വരക്കും, ഇത് വെച്ചിട്ടൊരു കോൺ വരക്കും. ആദ്യം സ്കെയിലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ നോട്ട്ബുക്കിൽ വരക്കണം. സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് ആദ്യം ഒരു ലൈൻ വരക്കുക, സ്കെയിൽ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഈ ആംഗിൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊരു ആംഗിൾ വരയ്ക്കാം. അല്ല, ഒരു ആംഗിൾ വരച്ചു. ഇനി ഈ ആംഗിൾ മേല് ജോയിനിങ് ആംഗിൾസ് എന്നാ, ഈ ആംഗിൾ മേലെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് മറ്റൊരു ആംഗിൾ വരക്കാം. ഈ ആംഗിളിൻ്റെ അവിടെ വെച്ചിട്ട് മറ്റൊരു ആംഗിൾ, ഈ ആംഗിളിൻ്റെ വെച്ചിട്ട് മറ്റൊരു ആംഗിൾ വരയ്ക്കുക. അപ്പോൾ ഇതാണ് ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെച്ച് മട്ടം വെച്ചിട്ട് ആംഗിൾ വരയ്ക്കുക. വേറെ ആംഗിൾ നോക്കി നിങ്ങൾ, വേറെ ആംഗിൾ. ആദ്യം ഒരു വര വരയ്ക്കുക, ആദ്യം സ്കെയിൽ വെച്ചിട്ട് ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഈ മട്ടെടുത്തിട്ട് നേരെ വെക്കുക, നേരെ വെച്ചിട്ട് ഇങ്ങോട്ട് ആംഗിൾ വരയ്ക്കുക. വേറെ ആംഗിൾ നോക്കി, വേറെ ആംഗിൾ. ആദ്യം സ്കെയിൽ എടുത്തിട്ട് ഒരു വര വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു ആംഗിളാണ്. വേറൊരു ആംഗിൾ നോക്കുക, വേറൊരു കോണ്. സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കുക. എന്നിട്ട് ഉണ്ടല്ലേ ആംഗിൾ വരയ്ക്കാം. ഇനി ഇതിന്മേൽ വേണമെങ്കിൽ വീണ്ടും കൂട്ടി ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനൊക്കെ കൂട്ടി വരയ്ക്കാം, ഇങ്ങനെ കൂട്ടി വരയ്ക്കാം. ഇല്ലേ, അപ്പം ഇങ്ങനെ ആംഗിൾ കിട്ടി. അപ്പോൾ ഇതുപോലെ സെറ്റ് സ്ക്വയർ വെച്ച് പലതരം ആംഗിൾസ് വരയ്ക്കുക എന്നുള്ളതാണ് ഒന്ന് പഠിക്കേണ്ടത്. രണ്ടാമത് പഠിക്കേണ്ടത് ഈ ആംഗിൾസിനൊക്കെ നമുക്ക് പേര് കൊടുക്കാം, ആംഗിൾസിന് പേര് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വരച്ച ആംഗിൾ, ഈ ആംഗിളാണ് ആദ്യം വരച്ചത്. ഇനി നമ്മൾ ABC കൊടുക്കും, ഇവിടെ നമ്മൾ D കൊടുത്തു. അപ്പോൾ ഈ ആംഗിൾ എങ്ങനെ വായിക്കുക നിങ്ങൾ? നമുക്ക് ഈ ആംഗിളിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ ആംഗിളിനെ തിരിച്ചറിയാം, ഒരു കോണിനെ തിരിച്ചറിയാൻ നമ്മൾ ഇതിൻ്റെ പേരാ ഉപയോഗിക്കുക. ഇപ്പം ഈ ഒരു ആംഗിൾ നമ്മൾ വായിക്കുക ABC എന്നാണ്. അത് എഴുതൽ എങ്ങനെയാ അറിയോ? ആംഗിൾ ABC ഉണ്ടോ, ഇങ്ങനെ എഴുതാൻ പഠിക്കണം, ആംഗിൾ ABC. പിന്നെ ഇതിന് നമ്മൾ PQR എന്ന് കൊടുക്കുക, PQR. ഈ ആംഗിൾ നമ്മൾ എങ്ങനെ എഴുതും? ആംഗിൾ PQR. ഈ ഒരു ആംഗിൾ നമ്മൾ MNO എന്ന് കൊടുക്കുക, MNO. അങ്ങനെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ തുടർച്ചയായ 3 അക്കങ്ങൾ അക്ഷരങ്ങൾ ഏതെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇതിന് എഴുതി നമ്മൾ ആംഗിൾ MNO എന്നാണ്. ഇതും അതേപോലെ നമുക്ക് പേര് കൊടുക്കാം. ഇങ്ങനെ പേര് കൊടുത്തിട്ട് എഴുതാൻ പഠിക്കുക. രണ്ടാമത്തെ പഠിക്കേണ്ടത് ആംഗിളിൻ്റെ നെയിം എഴുതാൻ പഠിക്കണം. അത് എഴുതൽ ഇങ്ങനെയാണ്, ആംഗിളിൻ്റെ ചിഹ്നം ഇങ്ങനെ എഴുതൽ, ചുരുക്കിയത് ആംഗിൾ ABC, ആംഗിൾ PQR, കോൺ MNO. ആംഗിൾ മലയാളത്തിൽ പറയുമ്പോൾ കോൺ MNO, കോൺ PQR, കോൺ ABC, ഇങ്ങനെ പറയാം. ഇനി ഇതിൽ പഠിക്കേണ്ട വേറൊരു കാര്യം, ഇതിൻ്റെ സ്പ്രെഡ്, വിരിവ, ഇത് ചെറിയ ആംഗിളാണ്. ഇതിനേക്കാട്ടിലും വലിയ ആംഗിളാണിത്. ഈ ആംഗിൾ ഒന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഇതില്ലാതെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാട്ടിലും വലുതാണ്, ഈ ആംഗിളിനേക്കാട്ടിലും വലുതാണിത്. അപ്പോൾ ആംഗിളിൻ്റെ വിരിവുണ്ട്. അപ്പോൾ ഇതൊരു ആംഗിളാണ്, ഇതിനേക്കാൾ വിരിഞ്ഞ ആംഗിളാണ് ഇത്, അതിനേക്കാൾ വിരിഞ്ഞതാണ് ഇത്, അതിനേക്കാൾ വിരിഞ്ഞതാണ് ഇത്, അല്ലേ? ആംഗിളിൻ്റെ വിരിവ്. ഈ ആംഗിളിൻ്റെ വിരിവിനനുസരിച്ച് ഓർഡർ ആക്കാൻ പഠിക്കണം, ആംഗിളിൻ്റെ വിരിവിനനുസരിച്ച് ഓർഡർ ആക്കാൻ പഠിക്കണം. അപ്പം ഫസ്റ്റ്
ഇപ്പോൾ നമ്മൾ ആംഗിളിൻ്റെ വിരിവിനനുസരിച്ച് ഓർഡർ ആക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഏത് എഴുതണം? ഇതാണ് PQR ആണ് ഫസ്റ്റ്, ആംഗിൾ PQR. പിന്നെ വരിക ഇങ്ങനെ പേരുണ്ടെങ്കിൽ ആ പേര് വെച്ച് എഴുതുക, MNO, XYZ ഉണ്ടല്ലേ. ഇനി ABC. ഇവിടെ ഓർഡർ ആക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ആംഗിൾ PQR എഴുതണം, ആംഗിൾ PQR. പിന്നെ ആംഗിൾ MNO എഴുതണം, ആംഗിൾ MNO. പിന്നെ ആംഗിൾ XYZ. പിന്നെ ആംഗിൾ ABC. ഇങ്ങനെ ഓർഡർ ആക്കി എഴുതാൻ, വിരിവിനനുസരിച്ച് ഓർഡർ. അപ്പം ആംഗിൾ ചെറുത്, അതിൻ്റെ വലുത്, അങ്ങനെ വലുപ്പമുണ്ട്. അപ്പോൾ 3 കാര്യമാണ് ഇപ്പം ഇതിൽ ഞാൻ പഠിപ്പിച്ചത്. ഒന്ന്, സെറ്റ് സ്ക്വയർ വെച്ച് ആംഗിളുകൾ വരയ്ക്കാൻ പഠിക്കുക. 2, പിന്നെ ആംഗിളിൻ്റെ നെയിം എഴുതാൻ പഠിക്കുക. 3-മത്തായിട്ട് ഈ കോണുകളുടെയൊക്കെ പിന്നെ വിരിവിനനുസരിച്ച് ഓർഡർ ആക്കാൻ പഠിക്കണം. വിരിവ് ഈ ചെറുത്, അതിൻ്റെ വലുത്, അങ്ങനെ വലുത് ഓർഡർ ആക്കാൻ പഠിക്കുക. ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ്, ഏറ്റവും ചെറിയ കോൺ ഏതാണ്, ഏറ്റവും വലിയ കോൺ ഏതാണെന്നൊക്കെ തിരിച്ചറിയാൻ പഠിക്കുക. ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. അതിൻ്റെ ശേഷമുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാം.